വ്രതശുദ്ധിയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും നോമ്പുകാലം പൂർത്തിയാക്കിക്കൊണ്ട് നാളെ ആയിരിക്കുമോ ചെറിയ പെരുന്നാൾ എന്നുള്ളത് അറിയാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. സമീർ ബിൻ കരീം മലപ്പുറം കടലുണ്ടിയിലെ കോർണിഷ് മസ്ജിദിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, അവിടെ ഈ മാസപ്പിറവി കാണാനുള്ള അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ അവിടെ വിപുലമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത് പതിവായുള്ള കാഴ്ചയുമാണ്. എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ സമീർ? റിജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് കടലുണ്ടി കോർണിഷ് മസ്ജിദിലാണ്. ഈ കടലിനോട് ബീച്ചിനോട് ചേർന്നുള്ള ഒരു ഇടമാണ് ഈ കോർണിഷ് മസ്ജിദ്. അതിന്റെ മുകൾ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ മാസപ്പിറവി കൃത്യമായി തന്നെ വീക്ഷിക്കാൻ കഴിയും. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സംയുക്ത മഹല്ല് ഖാലി ഇബ്രാഹിം ഖലീൽ വാരിത്തങ്ങൾ അദ്ദേഹം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 6:36 മുതൽ 7:35 വരെയുള്ള സമയത്തിനിടയിലാണ് ഈ മാസപ്പിറവി ദൃശ്യമാകാനുള്ള സമയം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഈ സൂര്യാസ്തമയത്തിന് ശേഷം ആദ്യ 15 മിനിറ്റ് ഒരു പക്ഷേ മാസപ്പിറവി ദൃശ്യമാകില്ല. കാരണം സൂര്യാസ്തമയത്തിന്റെ ആദ്യ മണിക്കൂർ സമയങ്ങൾ എന്ന് പറയുന്നത് ചന്ദ്രന്റെ പ്രഭ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ദൃശ്യമാവാനുള്ളൊരു പ്രയാസം ഉണ്ടാകും. ഏതാണ്ട് ഒരു 6:37 ശേഷം ഒരു 15 മിനിറ്റിന് ശേഷമായിരിക്കും ഒരു കൃത്യമായി തന്നെ കാണാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പോൾ സംയുക്ത മഹല്ല് ഖാലി നമ്മോടൊപ്പം ചേരുകയാണ്. എത്രത്തോളം ഒരു സാധ്യതയുണ്ട് ഇന്ന് മാസപ്പിറവി ദൃശ്യമാവാൻ? ഇന്നത്തെ തെളിഞ്ഞ അന്തരീക്ഷവും 59 മിനിറ്റ് സൂര്യാസ്തമയത്തിന് ശേഷം ചക്രവാളത്തിൽ ചന്ദ്രന്റെ ശേഷിപ്പും എല്ലായിടങ്ങളിലും കാണാൻ സാധ്യതയുള്ള പൊന്നാനി, കാപ്പാട്, കൂട്ടായി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് അവഗാഹമുള്ള പണ്ഡിതന്മാരെ ഏൽപ്പിച്ചതുകൊണ്ട് സാധ്യത വളരെ കൂടുതലാണ്. കണ്ടവർ അവിടുത്തെ ഖാലിയെ അറിയിച്ച് ഖാലി വസ്തുനിഷ്ഠമായി പഠിച്ച് ഉറപ്പിച്ച് അറിയിക്കും. സംയുക്ത ഖാലിമാർ കൂടി ആലോചിച്ച് തീരുമാനമെടുക്കാറാണ് പതിവുള്ളത്. ഈ റംസാൻ മാസപ്പിറവി കണ്ട സമയത്ത് ചില സംശയങ്ങളൊക്കെ പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഒരു നോമ്പ് മിസ്സായി അല്ലെങ്കിൽ വൈകിയാണ് കണ്ടത് എന്നുള്ള തരത്തിലൊക്കെ. അപ്പോൾ അത്തരം ഒരു സാധ്യത അല്ലെങ്കിൽ അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടായിരുന്നോ? അതൊക്കെ ഒരു ആശങ്കൾക്ക് ഇടവരാത്ത രീതിയിലല്ല നമ്മുടെ സംവിധാനങ്ങൾ. അതെല്ലാം ഊഹാപോഹങ്ങളാണ്. സത്യത്തിൽ ഞങ്ങൾ നേരത്തെ ഇത് കണ്ട് പലപ്പോഴും ഇത്തവണ 28 മാസം ഷാബാൻ 28 ചന്ദ്രപ്പിറവി കണ്ടുകൂടെന്ന് കരുതി എൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും സ്വലാത്ത് നഗറിലെ ഖുതുബ ശേഷമുള്ള പ്രഭാഷണത്തിൽ എല്ലാ പ്രഭാഷണങ്ങളും പറഞ്ഞിരുന്നു. ഞങ്ങൾ എല്ലാ ഇടങ്ങളിലും ആളുകളെ ഏൽപ്പിച്ചിരുന്നു. ഒരാളും കണ്ടതായി ഇന്ന് വരെ വിവരമറിയിച്ചിട്ടില്ലല്ലോ. ആയേക്കാം എന്ന സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ വിധി പറയേണ്ടതല്ല. വസ്തുനിഷ്ഠമായി ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ മാത്രമേ അത് പ്രഖ്യാപിക്കാൻ പാടുള്ളൂ. പ്രവാചക തിരുമേനി പഠിപ്പിക്കുന്നത് അങ്ങനെ: സൂമൂലി റുയത്തിഹി വഫ്തിറൂലി റുയത്തിഹി ഫൈൻ ഉമ്മ അലൈക്കും ഫത്തിമു ഇദ്ദത്ത ഷഅബാൻ 30. ചന്ദ്രനുണ്ടോ ഇല്ല എന്നല്ല, നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ടോ കണ്ടില്ലേ എന്നുള്ളതാണ് പ്രാധാന്യം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക തീരുമാനമെടുക്കേണ്ടത്. ഇവിടെ ടെലസ്കോപ്പുകൾ മറ്റ് സംവിധാനങ്ങളൊക്കെ അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ ശേഷം തെളിഞ്ഞ അന്തരീക്ഷത്തിൽ നോക്കാൻ വേണ്ടിയാണ്. അല്ലാതെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാതെ തീരുമാനമെടുക്കാൻ പാടില്ല. കഴിഞ്ഞ പല സോഷ്യൽ മീഡിയകളിലും റമദാനിൽ അങ്ങനെ വന്നെങ്കിലും ഒരാൾ പോലും ഇന്ന സ്ഥലത്ത് കണ്ടു എന്ന് ഒരു സാക്ഷ്യം ഇതുവരെ അവതരിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അത് ഊഹാപോഹങ്ങളാണ്, അഭ്യൂഹങ്ങളാണ്. ആ അവജ്ഞയോടെ തള്ളേണ്ടതാണ് എന്നറിയിക്കുന്നു. ഏതായാലും ഈ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണങ്ങളൊക്കെ തന്നെ വ്യാജമായി നടക്കും. അതിലൊന്നും തന്നെ വീണു പോകരുത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. 7:36 മുതൽ 36 സൂര്യാസ്തമയം. അതിനുശേഷം 59 മിനിറ്റാണ് ഈ മാസപ്പിറവി ഷവ്വാൽ മാസപ്പിറവിക്കായിട്ട് ഉള്ളത് എന്നുള്ളതാണ്. ഇവിടെ ഗ്രാൻഡ് മസ്ജിദിൽ നിരവധിയായിട്ടുള്ള ആളുകൾ ഈ മാസപ്പിറവി ദൃശ്യമാവാൻ അല്ലെങ്കിൽ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ റമദാൻ മാസപ്പിറവിക്ക് തന്നെ വളരെ കൃത്യമായി ഈ ഗ്രാൻഡ് മസ്ജിദിൽ ഈ കോർണിഷ് മസ്ജിദിൽ നിന്ന് കാണാൻ കഴിഞ്ഞിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഒരു ടെലിസ്കോപ്പ് ഒക്കെ തന്നെ നമ്മുടെ ക്രമീകരിച്ചിട്ടുണ്ട്. ചന്ദ്രനൊക്കെ തന്നെ കൃത്യമായി വീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ടെലിസ്കോപ്പ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ടെലിസ്കോപ്പിലൂടെ ഈ മാസപ്പിറവി ദൃശ്യമാവാൻ കഴിയില്ല, അല്ലെങ്കിൽ കണ്ടാൽ തന്നെ അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. കാരണം ഒരു നഗ്ന നേത്രങ്ങൾ കൊണ്ട് വിശ്വാസി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. പിന്നീട് ഇത് എത്രത്തോളം സാധ്യതയുണ്ട് എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഈ പ്രധാനമായും ഈ ചന്ദ്രമാസപ്പിറവി അല്ലെങ്കിൽ ഷവ്വാൽ മാസപ്പിറവി കാണുന്നതിന് വേണ്ടി
രണ്ട് പേർ, അതായത് ഈ മാസപ്പിറവി ദൃശ്യമാകുന്നയാൾ വിശ്വാസിയായിരിക്കണം, സത്യസന്ധനായിരിക്കണം, ഇങ്ങനെ തുടങ്ങിയ നിരവധി മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളൊക്കെ പ്രകാരമുള്ള ഒരു വ്യക്തി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അത് മാസപ്പിറവിയായി കണക്ക് കൂട്ടുകയുള്ളൂ. അങ്ങനെ ഒരു മാസപ്പിറവി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അതാത് പ്രദേശത്തെ കാളിയെ വിവരം അറിയിക്കും. ആ കാളി അദ്ദേഹത്തിന് മുകളിലുള്ള കാളിയെ വിവരം അറിയിക്കും. അങ്ങനെ കാളിമാർ തമ്മിലുള്ള ഒരു ആശയവിനിമയം നടന്നു ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാളിമാർ എത്തും. ഇതെല്ലാം തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇന്ന് ചൊവ്വാൽ മാസപ്പിറവി ദൃശ്യമായി കഴിഞ്ഞാൽ നാളെ കേരളത്തിൽ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. ഇന്ന് ദൃശ്യമായിട്ടില്ലെങ്കിൽ നാളെ റംസാൻ 30 പൂർത്തിയാക്കി മറ്റന്നായിരിക്കും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഈ റംസാൻ കാലയളവൊക്കെ തന്നെ ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടം കൂടിയായിട്ടായിരുന്നു ഈ ഉത്ബോധനങ്ങളും എല്ലാം തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. കൃത്യമായ മുന്നറിയിപ്പും ഈ ഉസ്താദുമാർ നൽകിയിരുന്നു. ഒരു കാര്യം കൂടെ നമുക്ക് കാളിയോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഈ റമദാൻ കാലങ്ങളിൽ ലഹരിക്കെതിരെ വലിയ പോരാട്ടമായിരുന്നു നടത്തിയത്. ഇനി വരാനിരിക്കുന്നത് പെരുന്നാൾ ആഘോഷമാണ്. പലപ്പോഴും ആഘോഷങ്ങൾ അതിരുവിടുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായി ചട്ടക്കൂടുന്നൊക്കെ തന്നെ പുറത്തു പോകാനുള്ള ഒരു സാധ്യത, ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഒക്കെ എല്ലാം തന്നെ തകർന്നു പോകുന്ന ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്? അതിനെതിരെ നമ്മൾ പ്രതിരോധിക്കേണ്ടതായിട്ടും ഇല്ലേ? വളരെ അനിവാര്യവും അത്യന്താപേക്ഷിതവുമാണ് ഇത്തവണ പെരുന്നാൾ നിസ്കാരം പ്രഭാഷണങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രഭാഷണങ്ങളിൽ പ്രധാനമായും ലഹരിക്കെതിരെയുള്ള ഉത്ബോധനമായിരിക്കണം. അതോടുകൂടെ തന്നെ ടൂറുകളാണ് പലപ്പോഴും ഈ അപകടങ്ങളും ആഭാസങ്ങളും ഈ ലഹരി ആസ്വദിക്കലും രുചിക്കലൊക്കെ ടൂറുകൾ പരമാവധി കുടുംബസമേതമാവട്ടെ, അത് കുടുംബം ഒരു ലഹരിയാക്കട്ടെ. കൂട്ടുകെട്ടുകളുമായുള്ള യാത്ര, അത് ലൈസൻസ് ഇല്ലാതെ ഡ്രൈവ് നടത്തുക, അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് രണ്ടും അതിലേറെയും ആളുകളെ ശ്രദ്ധിക്കാതെ നിയമവിരുദ്ധമായി യാത്രകൾ എല്ലാം വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും. എല്ലാ ആഘോഷങ്ങളും പെരുന്നാളാണെങ്കിലും എല്ലാറ്റിലും ഇതുപോലെ അപകടങ്ങൾ കേൾക്കാറുണ്ട്. എല്ലാവരും നന്നായി സൂക്ഷിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ മഗ്‌രിബ് ബാങ്ക് വിളിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നോമ്പുതുറ ഈ പള്ളിയിൽ നടക്കുകയാണ്. സമീർ ബിൻ കരീം വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പൊന്നാനിയിലും കാപ്പാടും ബേപ്പൂരും കൂട്ടായിലുമൊക്കെ മാസപ്പിറവി ദൃശ്യമാവുമോ എന്നറിയാൻ അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ അവിടെയൊക്കെ ഒരുക്കുന്നുണ്ട്. മാസപ്പിറവി ദൃശ്യമാവുകയാണെങ്കിൽ ഇസ്ലാം മത പണ്ഡിതർ ചെറിയ പെരുന്നാൾ സംബന്ധിച്ച പ്രഖ്യാപനം നടത്തും. വിശ്വാസികളെല്ലാവരും കാത്തിരിക്കുകയാണ്. ദൈവത്തിലേക്ക് സ്വയം അർപ്പിച്ച പ്രാർത്ഥനാനിരതമായ ദിനരാത്രങ്ങൾ, അതിനുശേഷം ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് വിശ്വാസികൾ. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ വലിയ സന്ദേശം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച് ചെറിയ പെരുന്നാൾ എത്തുകയാണ്. അതിനായി കാത്തിരിക്കുകയാണ് വിശ്വാസികൾ. ഇന്ന് മാസപ്പിറവി കണ്ടില്ല എങ്കിൽ റമദാൻ 30 പൂർത്തിയാക്കി സംസ്ഥാനത്ത് മറ്റന്നാളായിരിക്കും ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുക. ദീപക് ധർമ്മടം കൂടി കോഴിക്കോട് ഗ്രാൻഡ് മസ്ജിദിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക്, അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ദീപക്? റീജിത്ത്, ഉപവാസത്തിന്റെ പകലും ഉപാസനയുടെ രാവുമായുള്ള ഒരു മാസക്കാലത്തെ വ്രതശുദ്ധിക്ക് ശേഷമുള്ള പെരുന്നാളിലേക്ക് കടക്കാൻ പോകുന്നു. ഇന്ന് മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നാളെ പെരുന്നാളാണ്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഗ്രാൻഡ് മസ്ജിദിലാണ്. ജാമിയൽ ഫുത്വ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയുടെ വിജയം എന്നാണ് അർത്ഥം. ഈ ജാമിയൽ ഫുത്വയിൽ ഇപ്പോൾ സമൂഹ നോമ്പുതുറ നടക്കുകയാണ്. ഇവിടെ ആയിരക്കണക്കിന് പേരാണ് പല ദിവസങ്ങളിലും എത്തുന്നത്. ഇന്ന് പെരുന്നാളിന്റെ തൊട്ട് തലേ ദിവസവും വലിയ തിരക്ക് തന്നെ ഇവിടെയുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ നോമ്പ് തുറക്കാൻ വേണ്ടി നിരവധി പേർ ഇവിടെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ബാങ്ക് വിളിച്ചു കഴിഞ്ഞു, നേരെ നോമ്പ് തുറയിലേക്ക് കടക്കുകയാണ്. ഇതിനുശേഷം മഗ്‌രിബ് നമസ്കാരവും അത് കഴിഞ്ഞ് തറാവി നമസ്കാരവും നടക്കും. മിക്കവാറും ഇന്ന് തന്നെ മാസപ്പിറവി കാണും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു സന്തോഷം, ഒരുപക്ഷെ ആ ഒരു പ്രതീക്ഷ എല്ലാവരിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതാ നോമ്പ് തുറക്കുന്നവരിലേക്ക് നമ്മളൊന്ന് പ്രതികരണത്തിന് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാ നമുക്ക് മർക്കസ് ലോ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പം നോമ്പ് തുറക്കുന്ന വേളയിൽ നമ്മൾ ചേരുന്നത് ഇന്ന് മാസപ്പിറവി കാണുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പൊതുവെ വിശ്വാസികൾ ഇന്ന് മാസപ്പിറവി കാണുമെന്ന പ്രതീക്ഷയിലാണ്. ഇൻഷാ അല്ലാഹ് കാത്തിരിക്കുകയാണ്. ഏതായാലും നോമ്പുറ നടക്കട്ടെ. അതാ വ്രതശുദ്ധിയോടുകൂടി അവർ നോമ്പ് നോറ്റ് ഏതാണ്ട് ഇന്ന് മാസപ്പിറവി കാണുമെന്ന പ്രതീക്ഷയിലാണ് റീജിത്ത്. ഏതാനും മിനിറ്റുകൾക്കകം, കാരണം പല സ്ഥലത്തും ഈ മാസപ്പിറവി കാണാൻ വേണ്ടിയുള്ള ക്രമീകരണമുണ്ട്. ഇവിടെയും ഈ നോളേജ് സിറ്റിയിലും ഒരു പുറകിലായിട്ട് ഒരിടത്ത് മാസപ്പിറവി കാണാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ കടലുണ്ടിയിൽ, കാപ്പാട്, അതുപോലെ തന്നെ കോഴിക്കോട്, വിവിധ മലബാറിലെ മിക്കവാറും മേഖലകളിൽ ഈ ഖാദിമാരും വിശ്വാസികളും ഈ മാസപ്പിറവി കാണാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതാനും അല്പസമയത്തിനകം നമ്മൾ മാസപ്പിറവി കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ വേളയിൽ ഡോക്ടർ ഹക്കീം അസ്കരി നമ്മളോടൊപ്പം തത്സമയം ചേരും. റിജിത്ത്,
ശരി, ദീപക് ധർമ്മടം വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു, പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ചെറിയൊരു ഇടവേളയിലേക്ക് കടക്കണം. ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തയിലേക്ക് തന്നെ നമ്മൾ തിരികെ എത്തും. വ്രതശുദ്ധിയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും ഒക്കെ നോമ്പുകാലം പൂർത്തിയാക്കിക്കൊണ്ട് ചെറിയ പെരുന്നാൾ നാളെ ആയിരിക്കുമോ എന്നുള്ള ആകാംക്ഷയിലാണ് വിശ്വാസികളുള്ളത്. പ്രാർത്ഥനയോടുകൂടി വിശ്വാസികൾ കാത്തിരിക്കുകയാണ്.